പ്രിയപ്പെട്ട രാജൻ മിനിസ്റ്റർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ എല്ലാ രീതിയിലും ഏകോപനം പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ്. രാജൻ മിനിസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ല് വെക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കല്ലുകളിലേക്ക് തറക്കല്ലിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത്. ആ പരാമർശം ഇതുപോലുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന് പറയാം, പത്രസമ്മേളനം നടത്തി പറയാം. ഇപ്പൊ ഇന്നലെ 52 വീടുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്തു. ഞാൻ പങ്കെടുത്ത നിരവധി ഭവന കൈമാറ്റ പദ്ധതികൾ അവിടെ നടന്നു. 100-ലധികം, എനിക്ക് തോന്നുന്നു 100-ലധികം വീടുകൾ ഇപ്പോൾ നമ്മൾ അറൗണ്ട് കൊടുത്തിട്ടുണ്ട്, പല സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിരവധി തറക്കല്ലിട്ടു, നിരവധി വീടുകൾ കൈമാറി, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ തറക്കല്ലിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം അവിടെ ഒരു ചുരുങ്ങുകയാണ്, സർക്കാരിനെ ചുരുക്കുകയാണ്. ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സർക്കാരിനെ ചുരുക്കുന്നത് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സാണ്. ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതായ സാഹചര്യങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അതിൽ സർക്കാർ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിക്കട്ടെ. ദുരന്തബാധിതരായ ഒരാൾ പോലും അവിടെ നിന്ന് ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല, ഒരു സംസാരം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ചില ആളുകൾ കൈയടിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല, മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ഏറ്റവും തലമുതിർന്ന ആളാണ്, മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മറ്റുള്ളതായിരിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ഇടപെടാമായിരുന്നു. നമ്മൾ ദുരന്തബാധിതരായ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ഇത്. ഏറ്റവും നന്നായി നടക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാന താല്പര്യമാണ്. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ ദുരന്തബാധിതർക്ക് എന്നെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളും പലരും പല പരിപാടികളും വിളിക്കാറുണ്ട്. പക്ഷേ ഒരൊറ്റ പരിപാടി പോലും ഞാനിതുവരെ മിസ് ചെയ്തില്ല. പരമാവധി ഞാൻ 99% പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയ എതിരാളികളായിരിക്കും, നമുക്ക് വിയോജിപ്പുള്ളവരായിരിക്കും. പക്ഷേ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനത്തിലും പുനരുജ്ജീവന പ്രവർത്തനത്തിലും അതിജീവന കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എല്ലാ സമയത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 178 വീടുകൾ കൊടുക്കുന്ന ഈ സാഹചര്യം അതിനെ ഒരു രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ മേഖലകളിലേക്കും മറ്റും കൊണ്ടുപോയി ഒരു ടാർഗറ്റഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. അതിൽ ഇടപെടേണ്ടതായ ആളുകൾ ആ സമയത്ത് ഇടപെട്ടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷെ അതിലൊന്നും വിഷമമില്ല.